നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരു ഹ്യൂജ് സൈഡ് വേസിന് ശേഷം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിച്ച ഒരു നിർജീവ പ്രകടനത്തോടെയായിരുന്നു. റിസർവ് ബാങ്ക് റിലീസ് ചെയ്ത കരട് മാർഗനിർദ്ദേശം ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ ഷെയറുകളിൽ ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ സൃഷ്ടിച്ചതാണ് ഇൻഡെക്സുകളെ പ്രധാനമായും തളർത്തിയ ഒരു ഘടകം. വൻകിട നിർമ്മാണ പദ്ധതികൾക്ക് കൺസോർഷ്യം രൂപീകരിച്ച് വായ്പ അനുവദിക്കുമ്പോൾ കിട്ടാക്കടം തരണം ചെയ്യാനുള്ള നീക്കിയിരിപ്പായി മിനിമം 5%, അതായത് കിട്ടാക്കടം തരണം ചെയ്യാനുള്ള നീക്കിയിരിപ്പ് എന്ന് പറയുമ്പോൾ പ്രൊവിഷൻസ്, അത് മിനിമം 5% തുക വകയിരുത്തണമെന്നാണ് നിർദ്ദേശം. മാത്രമല്ല, നൽകുന്ന വായ്പ 1500 കോടി രൂപ വരെയാണെങ്കിൽ ബാങ്കോ അതുപോലെ ധനകാര്യ സ്ഥാപനമോ അതിൽ 10% കുറയാത്ത പങ്കുവഹിക്കണമെന്നും RBIയുടെ നിർദ്ദേശം വന്നു. ഇത് ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ പ്രൊവിഷനിങ് ബാധ്യത ഉയർത്തുമെന്നും മൂലധന പര്യാപ്തത അനുപാതം പാലിക്കുന്നത് പ്രയാസമാകുമെന്നും വിലയിരുത്തപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളുടെ ഷെയറുകളിൽ ഒരു സ്ട്രോങ് വിൽപ്പന സമ്മർദ്ദം കാണപ്പെട്ടതും തുടർന്ന് മാർക്കറ്റ് ചെറുതായി താഴേക്ക് വന്ന് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സൈഡ് വേസിലൂടെ നീങ്ങിയതും. ഏതായിരുന്നാലും വരും ദിവസങ്ങളിലും ഏകദേശം ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും മാർക്കറ്റിൻ്റെ ഗതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് നാളെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാം. 48,931 സ്പോട്ട് റേറ്റ് ബാങ്ക്, 48,722 ഫസ്റ്റ് സപ്പോർട്ടും 48,356 സെക്കൻഡും 48,080 തേർഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ 49,242 ഫസ്റ്റ് റെസിസ്റ്റൻസും 49,670 സെക്കൻഡും 49,973, അതായത് ആൾ ടൈം ഹൈയായി 75-അടുത്തുമായിരിക്കും റെസിസ്റ്റൻസ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 22,458 സ്പോട്ട് റേറ്റ്, 22,410 ഫസ്റ്റ് സപ്പോർട്ടായിരിക്കും, 22,343 സെക്കൻഡും 22,298 തേർഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 22,490 ഫസ്റ്റ് റെസിസ്റ്റൻസും 22,526 സെക്കൻഡും 22,625 തേർഡ് റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇന്നലെ കൊടുത്ത 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ആദ്യത്തേത് 5 സ്റ്റാർ ആയിരുന്നു. 5 സ്റ്റാർ 779 ഒരു ബൈ എൻട്രി ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 780 പ്രൈസിലായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വന്നു 766 ലോ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് മുകളിലേക്ക് പോയി 779 എൻട്രി നമുക്ക് ലഭിച്ചു. ഹൈ ക്രിയേറ്റ് ചെയ്തത് 790 നമുക്ക് 784 788 2 ടാർഗറ്റാണ്. 2 ടാർഗറ്റും അച്ചീവ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേത് ഹിൻഡാൽക്കോ ആണ്. 651 ഒരു ബൈ എൻട്രി ആയിരുന്നു. ആദ്യം 650 ഓപ്പൺ ചെയ്ത് 655 ഹൈ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് താഴെ 629 വരികയാണ് ചെയ്തത്. 651 നമുക്ക് എൻട്രി ലഭിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ഏതായിരുന്നാലും 650 ഓപ്പൺ ചെയ്ത് 655 ക്രിയേറ്റ് ചെയ്ത സ്ഥിതിക്ക്, ഹൈ ക്രിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് അവിടെ ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 654 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് 657. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വന്നതിന് ശേഷം പിന്നീട് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 640. അതുകൊണ്ട് 651 ടു 654 ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. എൻട്രി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. ഓക്കെ, ഏതായിരുന്നാലും എൻട്രി ലഭിച്ചവർക്ക് രണ്ടിലും പ്രോഫിറ്റാണ്. ഇനി നാളേക്കുള്ള 2 ഇൻട്രാഡേ സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തേത് HCL ടെക്കാണ്. HCL ടെക്കിൽ ബൈ എൻട്രി ആണുള്ളത്. $1361 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 1355 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1366, 1371 എന്നിങ്ങനെ 2 ടാർഗറ്റുകൾ നിങ്ങൾക്ക്
വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അടുത്തത് BPCL ആണ്. BPCL ഒരു സെൽ എൻട്രിയാണ് കാണാൻ കഴിയുന്നത്. $606 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 609 സ്റ്റോപ്പ് ലോസ് വെക്കണം. 603, 600 എന്നിങ്ങനെ 2 ടാർഗറ്റുകൾ വയ്ക്കാവുന്നതാണ്. അതിനും താഴെ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോയും ഞങ്ങൾ പറയുന്നതും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.